Dear students, Quality Control and Patient Safety എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ പേജ് നമ്പർ 99 ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ടു പെർഫോം ദിസ് മെത്തേഡ് ഫോളോ ദീസ് സ്റ്റെപ്സ്. അതായത് നമുക്ക് ഈ ഒരു ഹെംലിച്ച് മെത്തേഡിൽ ബേബീസിൽ എങ്ങനെയാണ് അത് ഫോളോ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇൻഫാൻറ്റിനെ തല കീഴ്പ്പട്ടിക്ക് ആക്കിയിട്ട്, അതായത് കമത്തി അവരുടെ ചെസ്റ്റ് നമ്മുടെ ഫോറാമിൽ വരുന്ന രീതിയിൽ, ഫോറാമിൽ അല്ലെങ്കിൽ നമ്മുടെ തൊടയുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ, ഒന്നില്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ കെടുത്താം, അല്ലെങ്കിൽ അതല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊടയിൽ കെടുത്താനായിട്ടാണ് കുറച്ചുകൂടി കംഫർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എടുത്താം. അതിനുശേഷം നമ്മൾ ഷുവറാക്കുക കുട്ടിയുടെ തല താഴത്തോട്ട് തന്നെയാണല്ലോ കിടക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ താഴോട്ടേക്ക് ആയിട്ടാണ് കീഴ്പ്പട്ടയ്ക്ക് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മുടെ ഹാൻഡിൻ്റെ ഹീല് യൂസ് ചെയ്തിട്ട് ഇൻഫാൻസിൻ്റെ ഷോൾഡർ ബ്ലേഡിൻ്റെ നടുവിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 5 times സ്ട്രൈക്ക് ചെയ്യണം. അപ്പോൾ ഈ സ്ട്രൈക്ക് എന്ന് പറയുന്നത് വല്ലാതെ നമുക്ക് ഭാരപ്പെട്ട് കൊടുക്കാനായിട്ട് പാടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഇഞ്ചുറി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. ഈ സ്ട്രൈക്ക് കൊടുത്തതിന് ശേഷം കുട്ടിയുടെ വായിൽ വിരലൊക്കെ ഇട്ടിട്ട് നോക്കുക, എന്തെങ്കിലും വിസിബിളായിട്ടുള്ള ഒബ്ജക്ട്സ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ അത് കുട്ടിയുടെ വായിലോട്ട് വന്നോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം നമ്മുടെ കുട്ടിയുടെ എയർവേ ബ്ലോക്ക് ആയി പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടീനെ ഫേസ് മുകളിലേക്ക് ആവുന്ന രീതിയിൽ നമ്മൾ തല പൊക്കി പിടിക്കുക. ഇപ്പം നമ്മുടെ തല ചിലപ്പോൾ കുട്ടിയുടെ താഴോട്ട് പോയി കിടന്നാലും മുകളിലോട്ടായിട്ട് പിടിക്കുക ശ്വാസം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ യൂസിങ് യുവർ സെക്കൻഡ് ആൻഡ് തേർഡ് ഫിംഗേഴ്സ് ഗിവ് 5 ഇൻവേർഡ് ആൻഡ് അപ്വേർഡ് ചെസ്റ്റ് ത്രസ്റ്റേഴ്സ്. അതായത് നമ്മൾ CPR കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ എവിടെയാണത് കൊടുക്കേണ്ടത്, ചെസ്റ്റ് ത്രസ്റ്റേഴ്സ് ആണ്. അതായത് നമുക്ക് 3 വിരലുകൾ യൂസ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. നമ്മൾ വലിയ ആളുകൾക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ കൈയിൻ്റെ ഹീല് യൂസ് ചെയ്തിട്ടാണ് കൊടുക്കുക. പക്ഷേ ഈ 3 വിരൽ വെച്ചിട്ട് ഇവർക്ക് ചെസ്റ്റിൽ എന്ത് കൊടുക്കാം, ഇൻവേർഡ് ആൻഡ് അപ്വേർഡ് ത്രസ്റ്റേഴ്സ് കൊടുക്കുക. എബൌട്ട് 1/2 to 1.5 inches ഡൗൺ ആയിട്ട് വേണം ഇത് പോകുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഇൻഫാൻസിൻ്റെ മൗത്തിൽ എന്തെങ്കിലും വിസിബിളായിട്ടുള്ള ഒബ്ജക്ട്സ് കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതിനുശേഷം വീണ്ടും ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. പിന്നെ പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻ്റ് എന്ത് കൊടുക്കണം, CPR നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. അടുത്ത പറയുന്നത് ഹൗ ഡു യു പെർഫോം ദ ഹെംലിച്ച് മാനുവർ ഓൺ പ്രഗ്നൻറ്റ് പീപ്പിൾ ഓർ ദോസ് വിത്ത് ഒബേസിറ്റി. എങ്ങനെയാണ് ഈ ഒരു ഹെംലിച്ച് മാനുവർ ഒരു പ്രഗ്നൻറ്റ് പീപ്പിളിന് അല്ലെങ്കിൽ ഒബേസിറ്റി ആളുകൾക്ക് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രഗ്നൻ്റ് അല്ലെങ്കിൽ ഒബേസിറ്റി അനുസരിച്ച് ഹെംലിച്ച് മാനുവർ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടി ഓൾട്ടർ ചെയ്തിട്ടുള്ള രീതിയിലാണ് അവർക്ക് കൊടുക്കുന്നത്. ഇൻസ്റ്റെഡ് ത്രസ്റ്റസ് ഓൺ ദെയർ അബ്ഡോമൻ യു ഷുഡ് പ്ലേസ് ദ ത്രസ്റ്റസ് ഓൺ ദെയർ ബ്രസ്റ്റ് ബോൺ. അതായത് നമ്മൾ അവർക്ക് വയറ്റിലല്ല എന്ന് കൊടുക്കേണ്ടത്, ഈ അമർത്തൽ കൊടുക്കേണ്ടത് എവിടെ കൊടുക്കണം, ബ്രസ്റ്റ് ബോണിൽ വേണം കൊടുക്കാനായിട്ട്. അടുത്തത് പറയുന്നത് ഹൗ ഡു യു ഡു ദ ഹെംലിച്ച് മാനുവർ ഓൺ യുവർ സെൽഫ്. നമുക്ക് തന്നെ എങ്ങനെ കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ നമുക്ക് സ്വയം വരുമ്പോൾ എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് അനുസരിച്ച് യു ക്യാൻ ട്രൈ ടു ഫ്രീ ദ ഐറ്റം ബൈ പെർഫോമിങ് ദ ഹെംലിച്ച് മാനുവർ ഓൺ യുവർ സെൽഫ്. അതായത് നമ്മൾ ഈ ഒരു മെത്തേഡ് സ്വയമായിട്ട് തന്നെ എന്ത് ചെയ്യണം, ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ടു പെർഫോം ദിസ് മെത്തേഡ് ഫോളോ ദി സ്റ്റെപ്സ്. ഫസ്റ്റ് തന്നെ 1 hand and clasp your other hand tightly around it. ഓക്കെ, നമുക്ക് സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത് ഒരു കൈ കൊണ്ട് ഒരു മുഷ്ടി ഉണ്ടാക്കി മറ്റേ കൈ അതിനു ചുറ്റും മുറുകെ പിടിക്കാം. അതിനുശേഷം നിങ്ങളുടെ മുഷ്ടിയുടെ തള്ളവിരൽ വശം നിങ്ങളുടെ വാരിയലിന് തൊട്ട് താഴെയും വയറിലെ നമ്മുടെ പൊക്കിൾ കൊടിക്ക് ഏകദേശം 2 ഇഞ്ച് മുകളിലുമായിട്ട് വയ്ക്കുക. നിങ്ങളുടെ കൈകൾ 5 തവണ പെട്ടെന്ന് അകത്തേക്കും മുകളിലേക്കും തള്ളുക. വസ്തുവിനെ സ്വതന്ത്രമാക്കുന്നതുവരെ ഈ പ്രക്രിയ ആവർത്തിക്കുക. നിങ്ങൾക്ക് ഒരു റെയിലിംഗ് അല്ലെങ്കിൽ കസേര അല്ലെങ്കിൽ മേശയുടെ അരികിൽ ചാരി നിൽക്കാനും ശ്രമിക്കാം. തുടർന്ന് നിങ്ങളുടെ മുകൾ ഭാഗം അരികിലേക്ക് കുത്തനെയും വേഗത്തിലും അമർത്തുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്വയമായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റൊരു ചോക്കിങ് ചെയ്യാനായിട്ട് പറ്റുന്നത്. നെക്സ്റ്റ്, ഹൂ ഷുഡിൻ റിസീവ് ദ ഹെംലിച്ച് മാനുവർ.
അതായത് നമുക്ക് കുഞ്ഞു കുട്ടികളിലാണ് നമുക്ക് ഈ ഒരു ഹെയിംലിഷ് മെത്തേഡ് അധികം യൂസ് ചെയ്യാനായിട്ട് പറ്റാത്തത്. അപ്പോൾ ഇൻ അഡീഷൻ ഇഫ് എ പേഴ്സൺ ഈസ് അൺകോൺഷ്യസ് ദേ ഷുഡിൻ റിസീവ് ദ ഹെയിംലിഷ് മെനുവർ. അതുപോലെ തന്നെ നമ്മൾ ഒരു പേഴ്സൺ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താണ് ഹെയിംലിഷ് മെനുവർ അല്ല കൊടുക്കുന്നത്, അവിടെ നമ്മൾ CPR ആണ് കൊടുക്കുന്നത്. അടുത്ത് വരുന്നത് സിറ്റുവേഷൻസ് ഇൻ വിച്ച് റെസ്ക്യൂ ബ്രീത്തിങ് മേ ബി യൂസ്ഡ് ഇൻക്ലൂഡ്. അതായത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമുക്ക് റെസ്ക്യൂ ബ്രീത്തിങ് ആവശ്യമായിട്ട് വരുന്നത്. ഒന്ന് വരുന്നത് ചോക്കിംഗ് ആക്സിഡൻസിൽ, 2 നിയർ ഡ്രോണിങ്, ഡ്രഗ് ഓവർഡോസിൽ, പോയ്സണിങ്, കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്, സിവിയർ ആസ്മ അറ്റാക്ക്, ഇതിലൊക്കെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഈ ഒരു റെസ്ക്യൂ ബ്രീത്തിങ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു കാർഡിയാക് അറസ്റ്റ് നമ്മുടെ പേഷ്യൻറ്റിന് വരികയാണ്. റെസ്ക്യൂ ബ്രീത്തിങ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ദിസ് ഈസ് ബിക്കോസ് ബൈ എക്സ്പാൻഡിങ് ദ ചെസ്റ്റ് ആർട്ടിഫിഷ്യലി റെസ്ക്യൂ ബ്രീത്തിങ് ക്യാൻ ഇൻഹിബിറ്റ് ദ ബ്ലഡ് ഫ്ലോ ടു ദ ഹാർട്ട്. അതായത് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും തടസ്സമൊക്കെ നമ്മുടെ എയർവേയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഫ്ലോ കുറയാനും അതിലുള്ള ഓക്സിജൻ്റെ അളവ് കുറയാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പ്രൊഫഷണൽ സർട്ടിഫൈഡ് CPR ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളൊക്കെ വന്ന് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു കണ്ടീഷനെ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ കേസ് ഓഫ് കാർഡിയാക് അറസ്റ്റ് ദ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ റെക്കമെൻഡ്സ് ചെസ്റ്റ് കംപ്രഷൻ വിത്തൗട്ട് റെസ്ക്യൂ ബ്രീത്തിങ് ഇഫ് യു ആർ അൺട്രെയിൻഡ് ഓർ അൺഎബിൾ ടു കോമ്പീറ്റൻ്റ്ലി പെർഫോം പ്രൊഫഷണൽ CPR. അതായത് നമുക്ക് അമേരിക്കൻ ഹെൽത്ത് അസോസിയേഷൻ വഴി നമുക്കിതുപോലെ തന്നെ എന്താണ് കാർഡിയാക് അറസ്റ്റ് വരുന്ന സമയത്ത് റെസ്ക്യൂ ബ്രീത്തിങ്ങിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കുന്നുണ്ട്. ഇനി ഇപ്പം നമ്മുടെ പേഴ്സണിന് ഒരു സ്റ്റിൽ പൾസ് ബട്ട് ഈസ് ബ്രീത്തിങ് അബ്നോർമലി അനിച്ചിട്ടുണ്ടെങ്കിൽ റെസ്ക്യൂ ബ്രീത്തിങ് നമുക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് എമർജൻസി കണ്ടീഷനിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ബി ഷുവർ യു ആർ ഫോളോ ദ പ്രോപ്പർ പ്രൊസീജിയർ ഫോർ റെസ്ക്യൂ ബ്രീത്തിങ് ഇൻ എൻ എമർജൻസി സിറ്റുവേഷൻ. നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള മെത്തേഡ് വേണം ഇങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻസിൽ നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്.